പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ പാരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ മരണദിന വരുമളവിൽ മറഞ്ഞിടും നീ മാർവിടത്തിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും നീ മാർവിടത്തിൽ. ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. ഇരവിവേറൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ കുമ്പനാട് കുരിശിൻ സൗധത്തിൽ പരിശുദ്ധ പരിമലത്തിന്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുവാനായി വന്നുചേർന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കണമേ. പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങളുടെ എല്ലാ രോഗികളെയും സൗഖ്യമാക്കണമേ. പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകുവാനായി അവിടുന്ന് പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ഇരവിവേറൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന വന്യ ഡോക്ടർ റെജി മാത്യൂസ് അച്ഛന് വേണ്ടി പ്രത്യേകമായിട്ട് യാചിക്കുന്നു. ഇടവക ജനങ്ങളെ അനുഗ്രഹിക്കണമേ. മാനേജിംഗ് കമ്മിറ്റികളെ വാഴ്ത്തണമേ. എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾക്കും കൃപയുടെ നീർച്ചാലുകൾ ചൊരിയണമേ. ഈ ദേശത്തോട് കരുണയുണ്ടാകണമേ. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരെയും വാഴ്ത്തണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും മഹത്വത്തിനായിട്ട് തന്നെ ആമീൻ. ത്രിയേക ദൈവത്തിന്റെ വന്ന തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെയധികം സന്തോഷവും ആഹ്ലാദവുമാണ് ഈ സന്ധ്യയിൽ എനിക്കുള്ളത്. പ്രത്യേകിച്ച് നിരണം മെത്രാസനത്തിലെ ഇരവിവേറൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ, പ്രത്യേകിച്ച് ഈ കുമ്പനാട് കുരിശൻ സൗധത്തിന്റെ സമീപത്ത് ദൈവത്തിന്റെ വചനം കേൾക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഈ ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെയൊക്കെ ഗുരുവും പ്രിയ സ്നേഹിതനും നാഗപ്പൂർ സെമിനാരിയുടെയും ഓർത്തഡോക്സ് സെമിനാരിയുടെയും പ്രിൻസിപ്പലുമായ ആരാധ്യനായ റെജി മാത്യൂസ് അച്ഛനാണ്. ഡോക്ടർ റെജി മാത്യൂസ് അച്ഛൻ സഭകൾക്ക് മാത്രമല്ല വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിനും, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലെ ഡയറക്ടർ, കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ജനറൽ സെക്രട്ടറി, ഇങ്ങനെ നിരവധി മേഖലകളാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യവും നേതൃത്വവും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇരവിവേറൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയം എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. അച്ഛന്റെ ജ്ഞാനമുഖം നിങ്ങൾ ഏറ്റെടുക്കണം. അറിവും പ്രാപ്യതയും നിങ്ങളിലേക്ക് ആവഹിക്കണം. അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങളൊക്കെ ഭംഗിയായി ഉപയോഗിച്ച് ദൈവത്തിന്റെ വചനവും വേദപ്രബോധനവും ഉൾക്കൊള്ളുവാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിക്കണം. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ബൈബിൾ പണ്ഡിതനാണ്. പുതിയ നിയമത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ട്. വേദപുസ്തക പഠനം നമ്മുടെ പ്രാദേശിക തലങ്ങളിൽ ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് കർമ്മ പദ്ധതികളെക്കാൾ ഉപരി വേദ പഠനത്തിന് ഈ ഇടവക അടുത്ത 3 വർഷം പ്രാധാന്യം നൽകിയാൽ അച്ഛന്റെ സേവനം, ദൈവവചനത്തോടുള്ള ആഭിമുഖ്യം നമുക്ക് വർദ്ധിക്കുവാൻ ഇടയാകും എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇടവക ജനങ്ങളെ മുഴുവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എന്നെ ക്ഷണിച്ചതിനുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ഈ രാത്രിയിൽ ഒരു ചെറിയ വേദഭാഗം ഉച്ചരിച്ചിട്ട് ആ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതത്തെ തൊട്ടറിയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രഭാഷണം വീണ്ടും നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. യൂട്യൂബ് വഴി നിങ്ങൾക്കത് ശ്രദ്ധിക്കുവാൻ കഴിയും. അതുകൊണ്ട് ശ്രദ്ധാപൂർവമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിന്റെ വചനങ്ങൾ മാത്രമേ എന്നിൽ നിന്ന് പുറപ്പെടാവൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ
പത്രോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ്. അതിന്റെ 21 വാക്യമാണ്. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായുടെ ഒന്നാമത്തെ ലേഖനം 2 അധ്യായം 21 വാക്യമാണ്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാഴ്ചവടുകളെ പിന്തുടരുവാൻ തക്കവണ്ണം ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു വാക്യമാണ്. ഒന്നുകൂടി ഞാൻ അത് ഉദ്ധരിക്കുകയാണ്. ഈ പ്രഭാഷണം കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഈ വാക്യം ഹൃദയസ്ഥമാക്കണം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. നിങ്ങൾക്ക് മാതൃക ആരാണ്? ക്രിസ്തുവാണ് നിങ്ങളുടെ മാതൃക. നിങ്ങൾ അവന്റെ കാഴ്ചവടുകളെ പിന്തുടരണം. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ക്രിസ്തുവിന്റെ കാഴ്ചവടുകളെ പിന്തുടരുക. വളരെ മനോഹാരിതമാണ്. പൗലോസ് ശ്ലീഹ പറഞ്ഞില്ല എന്റെ കാഴ്ചവടുകളെ പിന്തുടരുവാനായിട്ട്. നിങ്ങൾ പിന്തുടരണം, ക്രിസ്തുവിന്റെ കാഴ്ചവടുകളെ പിന്തുടരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വേദഭാഗത്തിന്റെ വേദശാസ്ത്ര പശ്ചാത്തലങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. വളരെ മനോഹരമാണ് ഈ വേദഭാഗം. ധാരാളം ചോദ്യങ്ങളുണ്ട്. കാരണം ആദിമസഭയിൽ എല്ലാവരും അറിഞ്ഞോ അറിയാതെ വിശ്വസിച്ചു ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്ന ജീവിതം സുരക്ഷിതമായിരിക്കും, ആപത്തുകളില്ല, അനർത്ഥങ്ങളില്ല, രോഗങ്ങളില്ല, സങ്കടങ്ങളില്ല, പീഡനങ്ങളില്ല എന്നൊക്കെ ഇന്നത്തെ പോലെ തന്നെ അന്നും അവർ വിശ്വസിച്ചു, ആഗ്രഹിച്ചു. പക്ഷെ സംഭവിച്ച എന്താണ്? ധാരാളം ആളുകൾ സഭയിലേക്ക് വന്നു. പ്രത്യേകിച്ച് പത്രോസിന്റെയും പൗലോസിന്റെയും ഒക്കെ പ്രസംഗങ്ങൾ കേട്ട് അനേകം ആളുകൾ സഭയിലേക്ക് വന്നു. പക്ഷെ സഭയിലേക്ക് വന്ന അവസരത്തിൽ എന്തുണ്ടായി? പീഡനങ്ങളുണ്ടായി, കഷ്ടതകളുണ്ടായി, സങ്കടങ്ങളുണ്ടായി, ഒറ്റപ്പെടലുകളുണ്ടായി, തിരസ്കരണങ്ങളുണ്ടായി. അവര് പത്രോസിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നു വന്ന അവസരത്തിൽ ഇത്രയധികം പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് എന്താണ്? അപ്പോൾ അതിന്റെ വിശദീകരണം വളരെ ഭംഗിയായി ഈ 2 അധ്യായത്തിൽ അത് പഠിപ്പിക്കുകയാണ്. വളരെ ദീർഘമായ ശാസ്ത്രീയമായ വേദശാസ്ത്ര അടിസ്ഥാനമിട്ട വാക്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. എന്നിട്ട് അവിടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ചോദ്യം ഇതാണ്, ഞങ്ങൾ നന്മ ചെയ്തിട്ടും ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിന്മ ചെയ്തവർക്കൊന്നും വലിയ കഷ്ടങ്ങൾ കാണുന്നില്ല. ഇപ്പോഴും നമുക്ക് ഇദ്ദേഹത്തോടുള്ള ചോദ്യങ്ങളുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കും, പരമല പെരുന്നാളിന് പോകും, ഞങ്ങൾ എല്ലാ ദശാംശവും കൊടുക്കും, പ്രാർത്ഥിക്കും, രോഗം വരുന്നു, മരണം വരുന്നു, സങ്കടം വരുന്നു, അപഖ്യാതി വരുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ നമുക്കൊക്കെ ഉണ്ടാകുന്നതാണ്. ഇവിടെയാണ് ഉത്തരം പറയുന്നത്. നിങ്ങൾ നോക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. നീതിമാനായ മനുഷ്യൻ, വിശുദ്ധനായ ഗുരു, ഈ നീതിമാനായ ക്രിസ്തു പോലും അനേക പീഡനങ്ങളിൽ കൂടി കടന്നുപോയി, തിരസ്കരണങ്ങളിൽ കൂടി കടന്നുപോയി, അനേക ഒറ്റപ്പെടലിൽ കൂടി കടന്നുപോയി. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മാതൃക ആരാണ്? ക്രിസ്തുവാണ്. ലോകത്തിന്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും പട്ടിണിയുടെ നടുവിലും നിങ്ങൾക്ക് മാതൃക ക്രിസ്തുവാണ്. അതുകൊണ്ട് അടിവരയിട്ട് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ മാതൃകയാക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവാണ് നിങ്ങൾക്ക് മാതൃക. അവിടെ ക്രിസ്തു മാതൃക തന്നെയല്ല, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾക്ക് വേണ്ടി പീഡനം അനുഭവിച്ചു, നിങ്ങൾക്ക് വേണ്ടി കുരിശുമരണമേറ്റു, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മുൾക്കിരീടമേറ്റു, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അടിയേറ്റു, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി തുപ്പലേറ്റു, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം ഏറ്റു. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കണം, ക്രിസ്തുവിന്റെ കാഴ്ചവടുകളെ പിന്തുടരണം, ക്രിസ്തു ആയിരിക്കണം നിങ്ങളുടെ മാതൃക എന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വേദഭാഗം ഞാൻ ഉദ്ധരിച്ചത് നമ്മുടെ മുന്നിൽ ക്രിസ്തുവിനെ അതേപോലെ അനുകരിച്ച ഒരു വലിയ പിതാവിനെയാണ് നമ്മൾ സ്മരിക്കുന്നത്. പ്രത്യേകിച്ച്
ഈ കുമ്പനാട് ഈ ജംഗ്ഷനുള്ള ഈ കുരിശിൻ സൗധം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മനോഹരമായ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഒരു കുരിശിൻ സൗധമാണ്. എന്റെ വ്യക്തിപരമായ ജീവിതത്തില് വളരെ പ്രതിസന്ധികളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കണ്ണുകൾ അടച്ച് നോക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കബറിടമാണ്. എന്റെ മനസ്സ് വളരെ ശാന്തമാകുമ്പോൾ, വളരെ സംഘർഷപൂരിതമാകുമ്പോൾ, എന്തെല്ലാം വേദനകളിൽ കൂടി കടന്നു പോകുമ്പോഴും കണ്ണുകൾ അടച്ച് ധ്യാനിച്ച് 5 മിനിറ്റ് 2 മിനിറ്റ് നിൽക്കുന്ന അവസരത്തിൽ നല്ല പ്രശാന്തത ഉണ്ടെങ്കിൽ ആ കബറിടവും ആ വെളുത്ത ആ മാർബിൾ ഫലകവും അതിൽ എഴുതിയിരിക്കുന്ന പരിമല തിരുമേനിയെ കുറിച്ചുള്ള വാചകങ്ങളും അതിന്റെ മുകളിലുള്ള കുരിശും അതിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന പരിശുദ്ധ പരിമല തിരുമേനിയുടെ ചിത്രവും നമ്മുടെ മനസ്സിലെത്തിയുള്ളൂ. നമ്മുടെ മനസ്സിലെത്തും, നമ്മൾ ധ്യാനിക്കും, പ്രാർത്ഥിക്കും. അത് കഴിയുമ്പോൾ ലഭിക്കുന്നത് വലിയ ആനന്ദത്തിന്റെ ആഹ്ലാദത്തിന്റെ നീർച്ചാലുകളായിരിക്കും. അവിടെ കിട്ടുന്ന ആത്മ അനുഭവം വളരെ ശ്രേഷ്ഠമാണ്. ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്നേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ആരാധനായ റജി മാത്യൂസ് അച്ഛൻ ഓർപ്പിക്കുകയുണ്ടായി, ഓരോ വർഷം കഴിയും തോറും പരിമലയിൽ ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അവിടെ വരുന്നത് സുറിയാനി ക്രിസ്ത്യാനികൾ മാത്രമല്ല, നാനാ ജാതി മതസ്ഥര് പരിമലയിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പരിമല തിരുമേനിയുടെ യഥാർത്ഥ പേരെന്താന്ന് പോലും ആർക്കും തന്നെ അറിയുകയില്ല. നമുക്ക് തന്നെ അറിയാമോ എന്ന് നമുക്ക് അത്ര ഗ്രാഹ്യമില്ല. അതുകൊണ്ട് ആരോടെങ്കിലും ഒക്കെ ഒന്ന് പേര് ചോദിച്ചു നോക്കിയേ, പരിമല തിരുമേനിയുടെ പേരെന്തായിരുന്നു? പക്ഷെ വളരെ പ്രയാസമാണ് പറയുവാനായിട്ട്. സ്വന്തം പേര് പോലും ഒരു നാടിന് വേണ്ടി മാറ്റിവെച്ചു. മുളന്തുരത്തിൽ ജനിച്ചു, അവിടെ നിന്നും പരിമലയിൽ വന്നു. അവിടെ അദ്ദേഹം ആരായിട്ട് അറിയപ്പെട്ടു? തന്റെ വീട്ടുപേരും തന്റെ സ്വന്തം പേരും ഒക്കെ പരിത്യജിച്ച് നാട്ടുകാർ നൽകിയ, വിശ്വാസികൾ നൽകിയ, ബഹുജനങ്ങൾ നൽകിയ പേര് സ്വീകരിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു ആ പേര്? പരിമല തിരുമേനി എന്നൊരു പേരാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. നാനാജാതി മതസ്ഥര് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ പരിമലയിലെത്തി പ്രാർത്ഥിക്കുമ്പോൾ അനേക അനുഗ്രഹങ്ങളാണ് എല്ലാവർക്കും വ്യക്തിപരമായ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ പരിമലയിലേക്ക് വരുന്നത്? നമുക്കറിയാം, പരിമലയിൽ ഇത്രയധികം ആളുകൾ വരാൻ തുടങ്ങിയത് ഒരുപക്ഷെ പരിമലയിലെ ആ വലിയ പാലം വന്നതിന് ശേഷമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, പരിമലയിൽ ചെന്ന് ചെങ്ങാടത്തിൽ കയറി പരിമലയിൽ എത്തിയ കാര്യം ഞാൻ നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. പരിമലയിൽ നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് അതാണ്. പക്ഷെ ഇന്ന് വാഹന സൗകര്യം ഉണ്ടായി, പാലമുണ്ടായി, അനേകം ആളുകൾ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ എത്തിച്ചേരുന്നു. അവിടെ ഒരു 70-ക്ക് ശേഷമാണ് ഇത്രയധികം വിപുലമായ ആൾക്കൂട്ടം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ 2000-ന് ശേഷം അല്ലെങ്കിൽ 2010-ന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ വരവോടുകൂടി അതിലെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായത് ഈ കോവിഡ് കാലത്തിന് ശേഷമാണ്. 2020-ന് ശേഷം ഏതാണ്ട് 4-5 വർഷം കൊണ്ട് ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങളാണ് പരിമലയിലെത്തി ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത്. ഞാൻ ആമുഖം ഒന്ന് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴൊക്കെ പരിമലയിൽ പോയാൽ 2 സ്ഥലമാണ് എനിക്ക് ഇഷ്ടമുള്ളത്. ഒന്ന്, പരിമല തിരുമേനിയുടെ ആ കബറിടത്തിൽ നിന്ന് കണ്ണുകൾ അടച്ച് ധ്യാനിച്ച് ഒരു ചെറിയ പ്രാർത്ഥന മാത്രമേ അവിടെ നടത്താറുള്ളൂ. മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് പരിമല തിരുമേനി താമസിച്ച ഒരു സ്ഥലമുണ്ട്. നമ്മൾ അധികം പേര് അങ്ങോട്ട് പോകാറില്ല. ആ സ്ഥലത്തിന്റെ പേരാണ് അഴിപ്പുര എന്ന് പറയും. ആദ്യകാല വസതിയാണ്. ഈ വർഷം അത് മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. അതിന്റെ കേടുപാടുകളൊക്കെ മാറ്റി പരിമല സെമിനാരിയിൽ നിന്നും സഭയിൽ നിന്നും അത് മനോഹരമാക്കി തീർത്തിരിക്കുകയാണ്. അഴിപ്പുരയിലെ ആ ഒറ്റ മുറിയിലാണ് പരിമല തിരുമേനി ജീവിച്ചത്. അതുകൊണ്ട് ആ ജീവിതത്തെ കാണുമ്പോൾ വളരെ ചെറിയ കുടുസായ ഒരു മുറിയിൽ അദ്ദേഹം താമസിച്ചാണ് ഈ ശുശ്രൂഷ നിർവഹിച്ചത്. ഞാൻ ഈ വേദ പഠനത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് പരിമല തിരുമേനിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ രാത്രിയിൽ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ആ ചോദ്യം ഇതാണ്: യേശു തമ്പുരാൻ
നമുക്ക് പകർന്നു തന്ന മാതൃക എന്താണ്? യേശു ക്രിസ്തു നമുക്ക് പകർന്നു തന്ന മാതൃക എന്താണ്? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ പരിമള തിരുമേനി നമുക്ക് പകർന്നു തന്ന മാതൃക എന്താണെന്നുമുണ്ട്. ഇന്ന് അനേകം ആളുകൾ സങ്കടപ്പെടും. മാതൃകയില്ല, രാജ്യത്ത് മാതൃകയില്ല, സഭയിൽ മാതൃകയില്ല. ഞാൻ പറയാം, അങ്ങനെയൊന്നും ആരും പറയരുത്. ഇങ്ങനെയുള്ള ചോദ്യം പണ്ട് തൊട്ടേ ഉണ്ട്. കർത്താവിന്റെ കാലത്ത് തന്നെ ഉണ്ട് ഈ മാതൃക ഇല്ല എന്നതൊരു ചോദ്യം. അതുകൊണ്ട് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നതിലുപരി നമുക്ക് മാതൃകാപരമായി ജീവിക്കുവാനായിട്ട് കഴിയുമോ, എനിക്ക് മാതൃകയോടെ മുന്നോട്ട് പോകുവാൻ കഴിയുമോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. അതുകൊണ്ട് ലോകത്തോടും രാജ്യത്തോടും സഭയോടും അങ്ങനെ രാഷ്ട്രത്തോടും ഒന്നും നോക്കി മാതൃകയില്ല എന്ന് പരിതപിക്കാതെ എന്റെ മാതൃക കറക്റ്റ് ആണോ, എന്റെ മാതൃക ശരിയാണോ എന്ന് മാത്രം നോക്കുവാൻ ഈ പ്രാർത്ഥനയിൽ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വേദഭാഗത്ത് എന്താണ് മാതൃകയാക്കേണ്ടത്? ക്രിസ്തു നമുക്ക് നൽകുന്ന മാതൃക എന്താണ്? മോഡൽ എന്താണ്? ഞാൻ പറയും, എ മോഡൽ ഓഫ് ലവ് ആൻഡ് ഹ്യൂമിലിറ്റി. എ മോഡൽ ഓഫ് ലവ് ആൻഡ് ഹ്യൂമിലിറ്റി. അതിന്റെ അർത്ഥം എന്താണ്? സ്നേഹത്തിന്റെയും എളിമയുടെയും മാതൃക എന്ന് പറയും. ക്രിസ്തു ഇതിനപ്പുറത്ത് എന്ത് മാതൃകയാണ്? നമുക്കറിയാം, യേശു തമ്പുരാൻ ലോകത്തേക്ക് വന്നു. അതിന്റെ വേദഭാഗങ്ങളൊക്കെ പറയുന്നതാണ്. കല്ലടാവിൽ പിറന്നു. അത് ഈ മാതൃകയുടെ ഏറ്റവും വലിയ മാതൃകയാണ്. താതാത്മ്യപ്പെട്ടു. ബെത്ലഹേമിൽ കല്ലടാവിൽ പിറന്ന കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അത് യോഹന്നാൻ വളരെ വിസ്തൃതമായിട്ട് പറയുന്നുണ്ട്. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മോടൊപ്പം സഞ്ചരിച്ചു. രണ്ട് വാക്കുകളാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മോടൊപ്പം താതാത്മ്യപ്പെട്ടു, ഇറങ്ങി വന്നു. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ലൂക്കോസിന്റെയും യോഹന്നാന്റെയും ഒക്കെ സുവിശേഷത്തിൽ ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ അതിന്റെ ജനനത്തിന്റെ സംവിധാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ വളരെ കൃത്യമായിട്ട് ഇതിന്റെ വിശകലനങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് പരിശുദ്ധനായ പൗലോസ്ലീഹ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇവിടെ പത്രോസ്ലീഹയും പൗലോസ്ലീഹയും ഒക്കെ ഈ തിരുജനനത്തിന്റെ വലിയ വിവരണങ്ങൾ അവതരിപ്പിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. ഇവിടെ പത്രോസ്ലീഹ വളരെ കൃത്യമായിട്ട് പറയുന്നു, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾക്ക് ഒരു മാതൃക പകർന്നിരിക്കുന്നു. ആ മാതൃക എന്ന് പറയുന്നത് എളിമയുടെയും സ്നേഹത്തിന്റെയും അനുഭവമാണ്, താതാത്മ്യപ്പെടുന്ന അനുഭവമാണ്, താഴേക്ക് ഇറങ്ങി വരുന്ന അനുഭവമാണ്, പാവപ്പെട്ടവരോട് പക്ഷം ചേരുന്ന അനുഭവമാണ്. വേദപുസ്തകത്തിലെ പുതിയ പഠനങ്ങളൊക്കെയാണ് ഈ സാമൂഹിക സോഷ്യൽ തിയോളജി, സാമൂഹിക വേദശാസ്ത്രം. പണ്ടുകാലത്തെ നമ്മുടെ വേദശാസ്ത്ര വേദ പഠനങ്ങളൊക്കെ വളരെ ബൗദ്ധികമായിരുന്നു. അതാണ് പരമ്പരാഗതമായ വേദശാസ്ത്രത്തിലൊക്കെ ഉള്ളത്. പക്ഷെ ഇന്നത് കുറെ കൂടെ മാറി. നമ്മൾ പഠിപ്പിക്കുന്ന വേദ പഠനങ്ങളൊക്കെ എ തിയോളജി ഫ്രം എബോവ് അല്ല, ഉയരങ്ങളിൽ നിന്നുള്ള ഒരു വേദശാസ്ത്രമല്ല. അതിന് പകരം ഇപ്പോൾ പഠിപ്പിക്കുന്നത് എ തിയോളജി ഫ്രം ബിലോ, താഴെ നിന്നുള്ള വേദശാസ്ത്രം. അതിന്റെ അർത്ഥം പ്രകൃതിയിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന്, കഷ്ടത അനുഭവിക്കുന്നവരിൽ നിന്ന്, പീഡന അനുഭവിക്കുന്നവരിൽ നിന്നുള്ള വേദനകൾ ഉൾക്കൊണ്ടുകൊണ്ട് വേദവിശകലനം നടത്തുന്നതിന്റെ ഒരു പുതിയ മുഖം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഓർക്കണം, എളിയവരോട് താതാത്മ്യപ്പെട്ടു, സ്നേഹത്തിൽ താതാത്മ്യപ്പെട്ടു. പരിമള തിരുമേനിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം. പരിമള തിരുമേനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? നമ്മളൊക്കെ പല ഉത്തരങ്ങളൊക്കെ പറയുമെങ്കിലും ഞാൻ തന്നെ ഉത്തരം പറയാം. പരിമള തിരുമേനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? വയസ്സ് 54 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൃത്യമായ കണക്ക് പറയണമെങ്കിൽ 54 വയസ്സും 4.5 മാസവും 19,863 ദിവസമേ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുള്ളൂ. നമ്മളിൽ പലരും അതിനപ്പുറം പോയി. 54 വയസ്സ് കഴിഞ്ഞ ധാരാളം പേര് ഇവിടെയുണ്ട്. 54 വയസ്സ് മാത്രം, അല്ലെങ്കിൽ നമുക്ക് ചില കൂട്ടി പറയാൻ 54.5 വയസ്സ് മാത്രം പരിമള തിരുമേനി ഈ ഭൂമുഖത്ത് ജീവിച്ചു. ഓർക്കണം, അദ്ദേഹത്തിന്റെ ആ ജീവിതത്തെ നമുക്കൊന്ന് ചെറുതായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് നോക്കാം. 1848
അദ്ദേഹം ജനിച്ചു. എന്നാ മരിച്ചതെന്ന് നമുക്കറിയാം, കാലം ചെയ്ത് നമുക്കറിയാം. 1902 നവംബർ 2 ആ ഡേറ്റ് നമുക്ക് സുപരിചിതമാണ്. അങ്ങനെ 54 വയസ്സ് അദ്ദേഹം ജീവിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ ബാല്യകാലം ഒക്കെ എവിടെയായിരുന്നു? മുളന്തുരുത്തി എന്ന സ്ഥലമായിരുന്നു. എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി, കണ്ടനാട് അപ്പുറവും ഇപ്പുറവുമാണ്. അമ്മ വഴിയിൽ കണ്ടനാടും അപ്പൻ വഴിയിൽ മുളന്തുരുത്തി, 2 പള്ളികളും സ്വന്തം പള്ളികളാണ്. ഈ 2 പള്ളികളില് അദ്ദേഹത്തിന്റെ ആ ശുശ്രൂഷകള് ആദ്യകാലത്ത് ഉണ്ടായി. ഓർത്തിരിക്കണം, ആ കാലഘട്ടത്തില് വളർന്നു വന്നു. 16-ാമത്തെ വയസ്സില് ഓർക്കണം, അദ്ദേഹം ഒരു 9-ാമത്തെ വയസ്സിൽ ഓരോ സ്ഥാനത്തേക്ക് ഉയർന്നു. അതൊക്കെ ഈ പൗരോഹിത്യ പദവിയിലെ ഏറ്റവും താഴ്ന്ന ഒരു പദവിയാണ്. 16-ാമത്തെ വയസ്സിലെ കശീശായി, 9-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഓരോയോ നമുക്ക് ഇങ്ങനെ പറയാം ഷെമ്മാസനായി, 16-ാമത്തെ വയസ്സിൽ കോറപ്പിസ്കോപ്പ ആയി, 24-ാമത്തെ വയസ്സിൽ റംബാച്ചനായി 1872. ഈ സമയമൊക്കെ എവിടെയാണെന്നറിയാമോ? മുളന്തുരുത്തിയിലാണ്. ആ മുളന്തുരുത്തിയുടെ ഒരു ജീവിതത്തെയാണ് പരമല തിരുമേനിയുടെ 1-ാമത്തെ കാലഘട്ടമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം. അത് 1848 മുതൽ 1864 വരെയുള്ള ഏതാണ്ട് 16 വർഷം അദ്ദേഹം കോറപ്പിസ്കോപ്പായിട്ട് ഉയർന്നു. റംബാനായി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും കണ്ടനാട്ടിൽ നിന്നും മുളന്തുരുത്തി നിന്നും ഒക്കെ എങ്ങോട്ട് മാറി? അദ്ദേഹം ഒരു പ്രത്യേക സ്ഥലത്തോട്ട് മാറി. ആ സ്ഥലത്തിന്റെ പേരെന്താണെന്നറിയാമോ? വെട്ടിക്കൽ ദേറായിൽ അദ്ദേഹം താമസമാക്കി. നമ്മൾ അവിടേക്ക് ഒന്ന് പോകണം. വളരെ മനോഹാരിതമായ പ്രാർത്ഥനയ്ക്കൊക്കെ ഇപ്പോഴും നല്ല അന്തരീക്ഷം പകരുന്ന ഒരു മനോഹരമായ സ്ഥലമാണ്. കൊണ്ട് ഓർത്തിരിക്കണം, അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബാല്യകാല ശുശ്രൂഷകളൊക്കെയാണ് ഏതാണ്ട് 16 വർഷം എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. പരമല തിരുമേനി വളരെ കൃത്യമായി തന്റെ ആത്മീയ ജീവിതത്തെ കരിപ്പിടിപ്പിക്കുവാൻ ആ ബാല്യകാലമൊക്കെ ഉണ്ടായിരുന്നു. നോക്കണം, വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലെയാണ്. പക്ഷെ ദരിദ്രരോടും പാവപ്പെട്ടവരോടും എളിവരോടും ഒക്കെ താതാത്മ്യപ്പെടുവാനും അവരെ സ്നേഹിക്കുവാനും അവരോട് അടുത്തിടപെടുവാനും ഒക്കെ പരമല തിരുമേനിക്ക് കഴിഞ്ഞു. യേശു തമ്പുരാന്റെ അതേ മാതൃക എന്തായിരുന്നു? ആ മാതൃക സ്നേഹത്തിലും എളിമയിലും ഒരു മാതൃകയായിരുന്നു. താതാത്മ്യപ്പെട്ടു. ആ മാതൃക തന്നെ പരമല തിരുമേനിയും ജീവിതത്തില് പുലർത്തി എന്നത് നമ്മൾ ഓർത്തിരിക്കണം. അത് പരമല തിരുമേനിയുടെ ജീവിതത്തിന്റെ 1-ാമത്തെ കാലഘട്ടമാണ്. 2-ാമത്തെ കാലഘട്ടം എവിടെയായിരിക്കും? 1-ാമത്തെ കാലഘട്ടം നമുക്ക് ഇങ്ങനെ പറയാം, മുളന്തുരുത്തിയിലും കണ്ടനാട്ടുമാണ്. 2-ാമത്തെ കാലഘട്ടം മുഴുവനും അദ്ദേഹം നിലനിന്നത് വെട്ടിക്കൽ ദേറായിലായിരുന്നു. അത് ഏകദേശം 1864 മുതൽ 1877 വരെ ഏതാണ്ട് 13 വർഷം അദ്ദേഹം കശീശയാണ്. അതേസമയത്ത് കോറപ്പിസ്കോപ്പാണ്. അതേസമയത്ത് റംബാച്ചനാണ്. അവിടെ അദ്ദേഹം ധ്യാനത്തിലും പ്രാർത്ഥനയിലും അദ്ദേഹം എവിടെയായിരുന്നു? കണ്ടനാട് ദേറായിലായിരുന്നു. എനിക്ക് ഏറ്റവും അത്ഭുതം നിറയുന്നതും എന്നെ അത്ഭുതപ്പെടുത്തുന്നതും പരമല തിരുമേനി ഈ കണ്ടനാട് ദേറായിൽ താമസിച്ചതാണ്. നമ്മള് ഈ ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാതെ ധ്യാനിക്കുക, വേദപുസ്തകം വായിക്കുക, പിന്നെ ഉറങ്ങുക എന്നുള്ളതാണ്. നമ്മൾ 3 നോയമ്പിലൊക്കെ ധ്യാനിക്കാറുണ്ടല്ലോ, വെള്ളി നോയമ്പിലൊക്കെ ധ്യാനിക്കാറുണ്ടല്ലോ, ദുഃഖ വെള്ളിയാഴ്ച ധ്യാനിക്കാറുണ്ടല്ലോ. അല്പസമയം പാട്ട് പാടും, അല്പസമയം വേദപുസ്തകം വായിക്കും. അത് കഴിഞ്ഞ് അറിയാതെ നമ്മള് അഗാധമായ ധ്യാനത്തിൽ അകപ്പെട്ടു പോകും. അടുത്തിരിക്കുന്ന ഒരു കുത്തുമ്പോഴാണ് നമ്മൾ എഴുന്നേക്കുന്നത്. ഓ, പള്ളിയിലാണല്ലോ, ധ്യാനത്തിലാണോ? പക്ഷെ പരമല തിരുമേനി അങ്ങനെയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ധ്യാനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ ഈ പഠനങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം ആരാധന അർപ്പിക്കും, അദ്ദേഹം പ്രാർത്ഥനകളിൽ നടത്തും, കുർബാന ചൊല്ലും, വേദപുസ്തകം വായിക്കും. പിന്നീട് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് സുറിയാനി ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക, സുറിയാനി ഗ്രന്ഥങ്ങൾ സുറിയാനിയിലേക്ക് തന്നെ പകർത്തി എഴുതുക, വേദപുസ്തകം പകർത്തി എഴുതുക. ഈ അടുത്ത സമയത്ത് പരമല തിരുമേനി പകർത്തി എഴുതിയ 10 പുസ്തകങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഓർത്തഡോക്സ് വിഭജനത്തില് എന്റെ പ്രിയ സ്നേഹിതനായ ഇയോബച്ചന് എഴുതിയിട്ടുണ്ട്. അതിലെ ഒരു ചിത്രത്തെ കുറിച്ച്, ഒരു പുസ്തകത്തെ കുറിച്ച് ഗ്രിഗോറിയൻ പ്രഭാഷണത്തിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി.
അദ്ദേഹം ഒരു ചിത്രകാരൻ കൂടിയായിരുന്നു എന്ന് നമുക്ക് അതുവഴി കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ചില പട്ടങ്ങളുടെ പുസ്തകങ്ങളില്, പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീ വൃതക്കാർക്ക് കൊടുക്കുന്ന ഈ വൃതദാന ശുശ്രൂഷയിലൊക്കെ അദ്ദേഹം പടങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഗ്രിഗോറിയൻ പ്രഭാഷണത്തിൽ ചിത്രകലയെ കുറിച്ച് ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അതിലെ ആമുഖത്തില് ഞാൻ പറഞ്ഞു, പരമല തിരുമേനി ഒരു ചിത്രകാരൻ കൂടിയായിരുന്നു എന്ന് ഈ പട്ടമട പുസ്തകങ്ങൾ നോക്കുമ്പോൾ ഓരോ താളുകളിലും അദ്ദേഹത്തിൻ്റെതായ ചിത്രങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അത് പകർത്തി എഴുതി ഒന്നാന്തരം മലയാളം കൈയക്ഷരം, ഒന്നാന്തരം സുറിയാനി കൈയക്ഷരം. ഇപ്പോഴും ആളുകൾ ഞെട്ടുകയാണ്, ഇത്ര മനോഹാരിതമായി സുറിയാനി ലിപിയിൽ എങ്ങനെ സമയമെടുത്താണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിലെ കൈയക്ഷരങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നതൊക്കെ നല്ലതാണ്. പരമലപ്പള്ളിയിൽ പോകുന്നതും ധ്യാനിക്കുന്നതും ക്ലാസ്സിൽ പങ്കെടുക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെ എന്റെ എളിയ നിർദ്ദേശം പരമല തിരുമേനിയുടെ ജീവിതത്തെ അടുത്തറിയുവാനും അത് പഠിക്കുവാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം കശീശ ആയിട്ട്, റംബാനായിട്ട്, മെത്രാപ്പൊലീത്ത ആകുന്നത് വരെ എവിടെയായിരുന്നു? അദ്ദേഹം കണ്ടനാട്ടാണ്. ഞാൻ പറയും, വ്രതവിശുദ്ധിയിൽ വളർന്ന ഒരു കാലഘട്ടമായിരുന്നു പരമല തിരുമേനിയുടെ ജീവിതം. പരമല തിരുമേനിയുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ആത്മീയ അടിത്തറകൾ പകർന്നു കൊടുത്ത ഒരു സ്ഥലം ഈ കണ്ടനാടായിരുന്നു. ആരാധനയിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്ന് അവിടെ തന്നെ അദ്ദേഹത്തിന്റെ വ്രതജീവിതത്തെ പ്രശോഭിപ്പിക്കുവാനായിട്ട് പരമല തിരുമേനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മൂന്നാമത്തേതും നാലാമത്തേതും ഘട്ടം പറഞ്ഞിട്ട് ഞാൻ അതിലെ അടുത്ത തലത്തിലേക്ക് പോവുകയാണ്. പരമല തിരുമേനിയുടെ ജീവിതത്തിലെ ഒരു മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 1877 മുതൽ 1895 വരെയുള്ള കാലഘട്ടമാണ്. ഓർത്തിരിക്കണം, അദ്ദേഹത്തെ മെത്രാപ്പൊലിത്തായിട്ട് ഉയർത്തുന്നതായ ആ സമയം നമ്മളൊന്ന് നോക്കണം. ആ സമയത്ത് 28 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഞാനിത് പറയുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതമാണ്. ഇന്ന് വൈദിക സെമിനാരിൽ ഒരു ഷമ്മാസനാവണമെങ്കിൽ ഏകദേശം ഒരു 28 വയസ്സെങ്കിലും ആവണം. 28, 29 വയസ്സാകുമ്പോഴേ അവിടെ ഒരു ഷമ്മാസനെങ്കിലും ആവാൻ സാധ്യതയുള്ളൂ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് 28ാമത്തെ വയസ്സിൽ ഞാൻ അവിടെ അധ്യാപകനായി എന്നുള്ളതും മറ്റൊരു മഹാഭാഗ്യമാണ്. അവിടെ ഓർത്തിരിക്കണം, അന്ന് 28ാമത്തെ വയസ്സിൽ പരമല തിരുമേനി മെത്രാപ്പൊലിത്തായിട്ട് ഉയർത്തപ്പെടുകയാണ്. മെത്രാപ്പൊലിത്തായി കഴിഞ്ഞപ്പോൾ കണ്ടനാട്ടൊന്ന് പോകേണ്ടി വന്നു. എങ്ങോട്ടാ വന്നത്? നമ്മുടെ അടുക്കലേക്കാ വന്നത്, നമ്മുടെ ഭദ്രാസനത്തിലേക്കാ വന്നത്. എങ്ങോട്ടാ വന്നത്? നരണം മെത്രാസനത്തിന്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം ചുമതലയേറ്റു. പരമലയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. പരമല പള്ളിയിൽ അഴിപ്പുര കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുവാൻ കഴിഞ്ഞു. ഓർത്തിരിക്കണം, പരമല തിരുമേനി നരണം മെത്രാസനത്തിന്റെ അധ്യക്ഷനായിരുന്നു. തുടർന്ന് തുമ്പോൺ മെത്രാസനത്തിന്റെ അധ്യക്ഷനായി. തുടർന്ന് ആരായി? കൊല്ലം മെത്രാസനത്തിന്റെ അധ്യക്ഷ പദവി അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. കൊല്ലം മെത്രാസനത്തിന്റെ ചുമതല എന്ന് മുതലാ ലഭിച്ചതെന്ന് ഇതുവരെ ചരിത്ര താളുകളൊന്നും ഇല്ലായിരുന്നു. ഈ പ്രാവശ്യത്തെ എന്റെ പഠനത്തിൽ കൂടി അതിനൊരു ഡേറ്റ് കണ്ടെത്തുകയുണ്ടായി. 1895 മുതൽ 1902 വരെയായിരുന്നു കൊല്ലം മെത്രാസനത്തിന്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം ചുമതല വഹിച്ചത്. നോക്കണം, ഏതാണ്ട് 25 വർഷം മെത്രാപ്പൊലിത്തായിട്ട് അദ്ദേഹം ശുശ്രൂഷിച്ചു. നിരണത്തിന്റെയും ഇടയ്ക്ക് തുമ്പമണ്ണിന്റെയും ഇടയ്ക്ക് കൊല്ലത്തിന്റെയും 1902 വരെ. നോക്കണം, ഞാൻ ഒരു ഡേറ്റ് പറയുകയുണ്ടായി. 1877 മുതൽ 1895 വരെ പരമല തിരുമേനിയുടെ ജീവിതം എന്ന് പറയുന്നത് അത് ഭരണപരമായ കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം നേതൃത്വം നൽകിയത്. ഇടവക ശുശ്രൂഷ, പള്ളികളിൽ പോകുന്നു, താമസിക്കുന്നു, കൽപ്പന എഴുതുന്നു, ഇങ്ങനെ ഇടവക ശുശ്രൂഷകളായിരുന്നു. ഏതാണ്ട് 1895 വരെ. 1895 വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും പെട്ടെന്നൊന്ന് പറയാമോ? 1895 അദ്ദേഹം പരമലയിൽ നിന്ന് ഊർസ്ലേമിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഞാൻ പറയും, പരമല തിരുമേനിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രകാശപൂർണമായ ഒരു കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒരു ഉത്തരം
1895 മുതൽ 1902 വരെയുള്ള കാലഘട്ടമാണ്. എത്ര വർഷമുണ്ടത്? എത്ര വർഷം? 7 വർഷം. പരിമളത്തിരുമേനിയുടെ ജീവിതത്തില് വളരെ വിശാലമായ വിമോചനാത്മകമായ വലിയ ദർശനങ്ങൾ അവതരിപ്പിച്ച 7 വർഷങ്ങളാണ്. അതാണ് പരിമളത്തിരുമേനിയുടെ ജീവിതത്തിലെ 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം ഊർസ്ലേം സന്ദർശിച്ചു. ജനുവരി മാസത്തിൽ ഊർസ്ലേമിലേക്ക് പോയി. അദ്ദേഹം ജൂണിൽ തിരിച്ച് പരിമലയിൽ എത്തി. അനേക പള്ളികളിൽ നിന്നും നേർച്ച ദശാംശങ്ങളൊക്കെ സ്വീകരിച്ച് ബോംബെ വഴി ഊർസ്ലേമിൽ പോയി തിരികെ കോട്ടയം വഴി പരിമലയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച വലിയ ഉജ്ജ്വലമായ സ്വീകരണത്തെ കുറിച്ചൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവിടെയാണ് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന്റെ പേരാണ് ഭക്തവചനം എന്ന് പറയുന്നത്. ഭക്തവചനം. ആ പ്രസംഗത്തിലാണ് പരിമളത്തിരുമേനി സാമൂഹ്യ ദർശനം അവതരിപ്പിക്കുന്നത്. അതുവരെ പറയാത്ത അനേക കാര്യങ്ങൾ ഈ 1895 ജൂണിലെ പ്രസംഗത്തിൽ പറഞ്ഞു. ആ പ്രസംഗത്തിന്റെ പേരാണ് ഭക്തവചനം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു. ദളിതർക്ക് വിമോചനം നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞു. സാംസ്കാരിക നവോത്ഥാനത്തെ കുറിച്ച് പറഞ്ഞു. അധകൃതരായ ആളുകളെ ചേർത്ത് പിടിക്കണം എന്നതിനെ കുറിച്ച് പറഞ്ഞു. നമ്മളെ അക്കമിട്ട് എണ്ണി അത് വായിക്കണം. അദ്ദേഹം അവതരിപ്പിച്ച സാമൂഹിക നവോത്ഥാന ദർശനങ്ങള് തുടർന്ന് വന്ന 7 വർഷം എന്ന് പറയുന്നത്, ഞാൻ പറയും, പരിമളത്തിരുമേനി ഒരു സഭയുടെ അതിരിൽ ഒതുങ്ങി നിന്നിരുന്നില്ല. അദ്ദേഹം ഈ മെത്രാസനത്തിലേക്ക് അധ്യക്ഷനായിരുന്നു. 1895 ഈ നിരണം മെത്രാസനത്തിന്റെ ചുമതലയും തുമ്പോൺ മെത്രാസന ചുമതലയ്ക്ക് ഉപരി കൊല്ലം മെത്രാസന ചുമതല ലഭിക്കുന്നത്. 1895 വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത്. 1895 ഊർസ്ലേമിൽ നിന്ന് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ മലങ്കര മെത്രാപ്പൊലീത്തായുടെ അസിസ്റ്റന്റായി മാനേജിംഗ് കമ്മിറ്റി നിയമിച്ചത്. പക്ഷെ ഇതൊന്നും നമ്മള് ഇപ്പോഴെ ഉച്ചരിക്കാറില്ല. മലങ്കര മെത്രാപ്പൊലീത്ത ആയിട്ട് പുലിക്കോട്ട് തിരുമേനി വിഭാവനം ചെയ്ത ഒരാളാണ് പരിമള തിരുമേനി. നിർഭാഗ്യവശാൽ 54 വയസ്സ് വരെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മാനേജിംഗ് കമ്മിറ്റി 1895 പരിമള തിരുമേനിയെ മലങ്കര മെത്രാപ്പൊലീത്തായുടെ അസിസ്റ്റന്റായി നിയമിച്ചത് എന്ന് ഓർത്തിരിക്കണം. അതുകൊണ്ട് ഈ സഭ മുഴുവന്റെ റെസിസാപ്പിന്റെ ഗണത്തിൽ മലങ്കര സഭ ഒട്ടുക്ക് അദ്ദേഹത്തിന് നേതൃത്വവും പ്രാവീണ്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓർത്തിരിക്കണം, സഭയെ സ്നേഹിച്ചു. അവിടെയും ലളിതമായ ജീവിതത്തിന്റെ മാതൃക അദ്ദേഹം നിലനിർത്തി. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. പരിമള തിരുമേനിയുടെ ജീവിതത്തിൽ കൂടി നമ്മൾ കണ്ടെത്തുന്നത് ഈ സ്നേഹത്തിന്റെയും ഈ ലാളിത്യത്തിന്റെയും എളിമയുടെയും അനുഭവമാണ്. സഭയെ സ്നേഹിച്ചു, ദൈവത്തെ സ്നേഹിച്ചു, ബഹുജനങ്ങളെ സ്നേഹിച്ചു. അതിനകത്ത് ജാതിയില്ലായിരുന്നു, മതമില്ലായിരുന്നു, വർഗമില്ലായിരുന്നു. 2025 1895 കാലമെന്നൊക്കെ പറയുന്നത് എല്ലാവിധമായ വിഭാഗീയതയും എല്ലാവിധമായ ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്ന വലിയ നികൃഷ്ടമായ ഒരു സാംസ്കാരിക പരിസരമുള്ള കാലഘട്ടത്തിലാണ് പരിമള തിരുമേനി ജീവിച്ചത്. അതുകൊണ്ടാണ് അതിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി വിമോചന ദർശനം പകർന്നത്. ഞാൻ പറയും, അത് സ്നേഹത്തിൻ്റെതായിരുന്നു, അത് എളിമയുടേതായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ താഴ്ചയുടെയും എളിമയുടെയും അനുഭവമായിട്ട് നമ്മളത് മനസ്സിലാക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. അവിടെ പത്രോസ്ലീഹ കൃത്യമായിട്ട് പറയുകയാണ്, യേശു ക്രിസ്തുവാണ് മാതൃക. ആ മാതൃകയുടെ ഒന്നാമത്തെ പ്രത്യേകത സ്നേഹത്തിന്റെയും എളിമയുടെയും അനുഭവമാണ്. ഈ പെരുന്നാളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമുക്കിങ്ങനെ ജാതീയതയ്ക്കപ്പുറത്ത് സ്നേഹിക്കുവാൻ കഴിയുമോ? നമ്മുടെ അഹങ്കാരത്തിനും ഹുങ്കിനും അപ്പുറത്ത് താഴേക്ക് ഇറങ്ങി വരുവാൻ നമുക്ക് കഴിയുമോ? അവിടെയാണ് ഈ പെരുന്നാൾ അർത്ഥപൂർണമാകുന്നത്. നാളെ കുർബാനയിൽ പങ്കുചേരുന്നു, വിശ്വ കുർബാന അനുഭവിക്കുന്നു, പരിമള തിരുമേനിയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇത്രയുമേ ഉള്ളൂ. പരിമള തിരുമേനി അങ്ങ് സ്നേഹത്തിൽ നിറഞ്ഞതുപോലെ, പരിമള തിരുമേനി അങ്ങ് എളിമയിൽ നിറഞ്ഞതുപോലെ ഞങ്ങളെ സ്നേഹത്തിലും എളിമയിലും നിലനിർത്തണമേ എന്നുള്ളതാണ്. രണ്ടാമത്തെ മാതൃക പെട്ടെന്ന് ഓർപ്പിക്കുന്നത് എ മോഡൽ ഓഫ് സെർവൻഹുഡ് ആൻഡ് സഫറിംഗ്. അദ്ദേഹം നമുക്ക് നൽകുന്ന മാതൃക, യേശുദമ്പുരാൻ നമുക്ക് പകരുന്ന മാതൃക സേവനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും മാതൃകയായിരുന്നു.
കഷ്ടപ്പാടിന്റെ മാതൃകയായിരുന്നു, സേവനത്തിന്റെ മാതൃകയായിരുന്നു. എത്രയോ വേദവാക്യങ്ങൾ നമുക്ക് ഉദ്ധരിക്കുവാൻ കഴിയും. നിങ്ങൾ ഒരു വേദവാക്യങ്ങൾ നമ്മുടെ മനസ്സിലെത്തണം. ഈ സേവനത്തിന്റെ മാതൃക വേദപുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വേദഭാഗമുണ്ട്. എവിടെയാന്ന് ഓർക്കുന്നുണ്ടോ? അത് യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലാണ്. ആരാണ് വലിയവൻ എന്നൊരു ചോദ്യം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സംഭവമാണ്. യേശു തമ്പുരാൻ അവിടെ നിന്ന് എഴുന്നേറ്റു, ഒരു തൂവാലയെടുത്തു, അരയിൽ ചുറ്റി, പാത്രത്തിൽ വെള്ളമെടുത്തു. ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്താ സംഭവം എന്നുള്ളത്. എന്താണ്? ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുന്ന വേദഭാഗമാണ്. ഓർത്തിരിക്കണം, ഇത് 4 സുവിശേഷങ്ങളിൽ വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. 13-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യമാണ് ഏറ്റവും മനോഹരം. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാലുകളെ കഴുകണം, തമ്മിൽ തമ്മിൽ ശുശ്രൂഷിക്കണം. ഇത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിന്റെ മനോഹാരിതമായ മാതൃക ഏതാണെന്ന് ചോദിച്ചാൽ ഈ കാലുകളെ കഴുകുന്നതാണ്. പത്രോസിന്റെ കാല് കഴുകി, യോഹന്നാന്റെ കാല് കഴുകി, യാക്കോബിന്റെ കാല് കഴുകി, ഓരോരുത്തരുടെയും കാല് കഴുകി. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ കാലുകളെ കഴുകണം. ഇതാണ് ഈ സേർവൻഹുഡ് എന്ന് പറയുന്നത്, ശുശ്രൂഷയുടെ മാതൃക എന്ന് പറയുന്നത്. സഭകളുടെ മാതൃക എന്തായിരിക്കണം? കാലുകളെ കഴുകുന്നതായിരിക്കണം. ഇടവകയുടെ മാതൃക എന്തായിരിക്കണം? ഈ ശുശ്രൂഷയുടെ മാതൃകയായിരിക്കണം. അപ്പൊ ഇന്നത്തെ സഭാശാസ്ത്രത്തിലൊക്കെ പഠിപ്പിക്കുന്നത് അത് ഇടവകയിൽ മാത്രമല്ല, മതാതീതമായി ഏവരെയും ചേർത്ത് നിർത്തുവാനായിട്ട് കഴിയണം. ജാതിക്കപ്പുറം, രാഷ്ട്രീയത്തിനപ്പുറം, ദർശനങ്ങൾക്കപ്പുറം, വലിപ്പ ചെറുപ്പങ്ങൾക്കപ്പുറം ഏവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മതാതീതമായ കാലുകളെ കഴുകുന്ന വലിയ ദർശനം. അതാണ് ഈ സേർവൻഹുഡിന്റെ വിശാലമായ കാഴ്ചപ്പാട്.